أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويقول الذين آمنوا لولا نزلت سورة فإذا أنزلت سورة محكمة وذكر فيها القتال رأيت الذين في قلوبهم مرض ينظرون إليك نظر المغشي عليه من الموت فأولى لهم طاعة وقول معروف فإذا عزم الأمر فلو صدقوا الله لكان خيرا لهم فهل عسيتم إن توليتم أن تفسدوا في الأرض وتقطعوا أرحامكم أولئك الذين لعنهم الله فأصمهم وأعمى أبصارهم أفلا يتدبرون القرآن أم على قلوب أقفالها. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1779 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 47-ാമത്തെ അധ്യായമായ സൂറത്ത് മുഹമ്മദിലെ 20 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويقول الذين آمنوا لولا نزلت سورة فإذا أنزلت سورة محكمة وذكر فيها القتال رأيت الذين في قلوبهم مرض ينظرون إليك نظر المغشي عليه من الموت فأولى لهم طاعة وقول معروف فإذا عزم الأمر فلو صدقوا الله لكان خيرا لهم فهل عسيتم إن توليتم أن تفسدوا في الأرض وتقطعوا أرحامكم أولئك الذين لعنهم الله فأصمهم وأعمى أبصارهم أولئك الذين لعنهم الله فأصمهم وأعمى أبصارهم أفلا يتدبرون القرآن أم على قلوبهم أقفالها صدق الله العلي العظيم. സൂറത്ത് മുഹമ്മദിലെ 20 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ തുടക്കത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നിർദ്ദേശങ്ങൾ വന്ന സന്ദർഭത്തിൽ അത് സംബന്ധമായി രൂപപ്പെട്ട ചില പ്രതികരണങ്ങളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു ഒരു വിലയിരുത്തൽ നടത്തുകയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ ആയത്തുകളിലായിട്ട്. മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അനുയായികളും ഇസ്ലാമിക
ആദർശത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ധാർമ്മിക വിപ്ലവം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അതിന്റെ ഓരോ ചുവടുവെപ്പുകളും നിർവഹിക്കുന്നതിന്റെ ഓരോ ഘട്ടത്തിലുമായി നേരിടേണ്ടി വന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്യുന്നത് എങ്ങനെ വേണമെന്നാണ് അള്ളാഹു പല ഘട്ടങ്ങളിലായി നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെയും അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളുന്ന ആളുകളെയും വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് സൂറത്തിന്റെ തുടക്കത്തില് സത്യനിഷേധികളുമായി യുദ്ധഘട്ടത്തിൽ ഏറ്റുമുട്ടേണ്ടി വരികയാണെങ്കിൽ എന്ത് നിലപാടാണ്, ഏത് രീതിയാണ് സ്വീകരിക്കേണ്ടത് എന്നത് വ്യക്തമാക്കപ്പെടുകയുണ്ടായത്. എന്നാൽ സമാധാന ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സംഘത്തോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ആളുകൾ തങ്ങളുടെ ജീവനും സമ്പത്തും അള്ളാഹുവിന്റെ മാർഗത്തില് ത്യജിക്കേണ്ടി വരും എന്ന ഒരു സാഹചര്യം വരുമ്പോൾ ആ നിലപാട് അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ചേർന്ന് നിൽക്കലും നിലപാടും കൂടെ നിൽക്കലും ഒക്കെ അവരിൽ പലരും പുനരാലോചിക്കുന്ന ഒരു കാര്യമാണ് അവിടെ തെളിഞ്ഞു വരികയുണ്ടായത്. ആളുകളുടെ പ്രതിബദ്ധതയും ഈ വിശ്വാസമാർഗത്തോടുള്ള കൂറും മാറ്റുരയ്ക്കപ്പെടുന്ന ആരാണ് യഥാർത്ഥത്തിൽ ഈ ആദർശപാതയിൽ നിലകൊള്ളുന്നത്, ആരൊക്കെയാണ് താല്പര്യങ്ങളുടെ ആളുകളായി വന്നു ചേർന്നിട്ടുള്ളത് എന്നത് വ്യക്തമാവുന്ന വിധത്തിലുള്ള സാഹചര്യമാണ് രൂപപ്പെട്ടു വരികയുണ്ടായത്. അത്തരമൊരു വേർപെടൽ, ആര് പ്രതിബദ്ധതയോടുകൂടി സത്യമാർഗത്തിൽ നിലകൊള്ളുന്നു, ആര് തങ്ങളുടെ ഭൗതിക ജീവിത താല്പര്യങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നതൊക്കെ വെളിപ്പെടുന്ന സന്ദർഭമാണ് ഇങ്ങനെയുള്ള ദൈവിക മാർഗത്തിൽ പോരാടാൻ നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ വിശുദ്ധ ഖുർആന്റെ ഭാഗമായി വെളിപാടിന്റെ രൂപത്തിൽ അവതരിക്കുമ്പോൾ സംജാതമാകുന്നത്. ഇത് സംബന്ധമായിട്ടുള്ള പല നിർദ്ദേശങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ ഇവര് പലരും വിശ്വാസപരമായ ധാർഢ്യത കൈവരിച്ചിട്ടുണ്ടായിരുന്നില്ലാത്ത, കൂടുതലും കാപട്യത്തോടുകൂടി നിലകൊള്ളുന്നവരായിരുന്ന ആളുകൾ അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിലൊക്കെ വന്നു ചേർന്ന് കാതുകൂർപ്പിച്ച് കാര്യങ്ങൾ കേൾക്കുമായിരുന്ന ആളുകൾ ഇത്തരം നിർദ്ദേശങ്ങൾ വരുമ്പോ സദസ്സിന് പുറത്തിറങ്ങുന്നതോടെ പരസ്പരം ചോദിക്കുന്നതും അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവരോട് ചോദിക്കുന്നതും എന്താണ് ഇപ്പോ ഇയാള് പറഞ്ഞിട്ടുള്ളത്, ഇപ്പൊ പറഞ്ഞ സംഗതി എന്താണ്, ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ എന്ന വിധത്തിലൊക്കെ ആയിരുന്നു. അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു മുദ്ര വെച്ചതാണ്. അവര് അവരുടെ ഇച്ഛകളെയാണ്, അവരുടെ ജഡിക താല്പര്യങ്ങളെയാണ് പിന്തുടരുക ഉണ്ടായത് എന്നതാണ് അള്ളാഹു അത് സംബന്ധമായിട്ട് വ്യക്തമാക്കുകയുണ്ടായത്. എന്നാൽ വിശ്വാസമാർഗം അവലംബിക്കുകയും സന്മാർഗികളാവുകയും ചെയ്ത ആളുകൾ അള്ളാഹു അവർക്ക് അതിലൂടെ മാർഗദർശനവും ദൈവഭക്തിയും ഒക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അള്ളാഹു അവരോടായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഹൽ യൻളുറൂന ഫഹൽ യൻളുറൂന ഇല്ല സഅത അൻ തഅതിയഹും ബഗ്തതൻ. അന്ത്യസമയം വളരെ പെട്ടെന്ന് ആകസ്മികമായി വന്നു ചേരുന്നതല്ലാത്ത വേറെ വല്ലതും നിങ്ങൾ പ്രതീക്ഷിക്കുകയാണോ എന്നാണ്. വേറെ വല്ലതുമാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഫഖദ് ജാഅ അശ്റാത്തുഹ,
അതിന്റെ ലക്ഷണങ്ങളൊക്കെ അന്ത്യസമയം വന്നു ചേരുന്നതിന്റെ ലക്ഷണങ്ങളൊക്കെയും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഫഅന്നാലഹും ഇദാ ജാഅതുഹും ദിക്റാഹും. അപ്പൊ എങ്ങനെയായിരിക്കും അവരുടെ ആ ഉത്ബോധനം ഉൾക്കൊള്ളല്? അത് വന്നു ചേരുമ്പോ ആ ഉത്ബോധനം, ദൈവികമായ ഉണർത്തൽ അവർക്ക് എങ്ങനെയാണ് ഈ അന്ത്യസമയം വന്നു ചേരുമ്പോൾ അവർക്ക് പ്രയോജനപ്പെടുക എന്നതാണ് അവരുടെ വിശ്വാസത്തിന്റെ മാറ്റുരക്കുന്ന വിധത്തിൽ അള്ളാഹു അവരോടായിട്ട് ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്ന ആളുകൾ നിശ്ചയദാർഢ്യത്തോടെയും സ്ഥൈര്യത്തോടെയും നിലകൊള്ളുന്നതിന് പകരം താല്പര്യങ്ങളുടെ പുറകെ പോകുന്നവരായി മാറുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് ഹിദായത്തും തഖ്വയുമാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായിട്ടുള്ളത്. അതിനെ തുടർന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു പറയുകയുണ്ടായി, പ്രവാചകരെ കൃത്യമായി മനസ്സിലാക്കുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത മറ്റൊരു ആരാധ്യനുമില്ല, അവനോട് പാപമോചനം തേടുക. താങ്കൾക്ക് മാത്രമല്ല, വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കൊക്കെ അവരുടെ വിശ്വാസ കാര്യങ്ങളിലും അതിന്റെ പ്രായോഗിക നടപടികളിലുമൊക്കെ അവർക്ക് വന്നു പോയിട്ടുണ്ടാവാനിടയുള്ള വീഴ്ചകളുടെ കാര്യത്തിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും, നിങ്ങളുടെ പ്രയത്നങ്ങളും നിങ്ങൾ അന്തിമമായി എത്തിച്ചേരാനിരിക്കുന്ന പരിണതിയും, നിങ്ങളുടെ മടക്കഗേഹം, നിങ്ങളുടെ പ്രയത്നങ്ങൾ എന്തൊക്കെ, നിങ്ങൾ അവസാനം ഒടുക്കം നേടാനിരിക്കുന്ന ആ മടക്കഗേഹം എന്ത്, അല്ലെങ്കിൽ അന്തിമമായ ആഖിബത്ത് നിങ്ങൾ നേടാൻ പോകുന്നത് എന്ത് എന്നതൊക്കെ നന്നായി അറിയുന്നവനാണ് അള്ളാഹു എന്നുമാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചുരുക്കി പറഞ്ഞു തന്നിട്ടുള്ളത്. അതിനെ തുടർന്ന് ഇന്ന് ഞാൻ വായിച്ചു വെച്ച ആയത്തുകൾ നോക്കാം. വയഖൂലുല്ലദീന ആമനു, സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകള് നേരത്തെ ചോദിക്കുമായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ അവർ പരസ്പരം പറയുമായിരുന്നു, ലൗലാ നുസിലത്ത് സൂറത്ത്, എന്തുകൊണ്ട് ഒരു സൂറത്ത് അവതരിക്കുന്നില്ല? ഇത്രയൊക്കെ ആയിട്ടും, കാര്യങ്ങൾ ഇത്രയൊക്കെ വഷളായ അവസ്ഥയിലെത്തിയിട്ടും എന്തുകൊണ്ട് ഈ നെറികേടുകൾക്കെതിരിൽ, ഈ അക്രമത്തിനും അനീതിക്കും ദ്രോഹങ്ങൾക്കും ഒക്കെ എതിരിൽ പോരാടുവാൻ നിർദ്ദേശിക്കുന്ന ഒരു സൂറത്ത് അവതരിക്കാത്തത് എന്ത് എന്നാണ് സത്യവിശ്വാസികൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്നത്. ഈ സാഹചര്യവുമായി ചേർത്ത് വെച്ചുകൊണ്ട് വേണം ഈ ആയത്തുകളെ വായിക്കാൻ. വയഖൂലുല്ലദീന ആമനു, സത്യവിശ്വാസികൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അവർ നേരത്തെ ചോദിക്കുകയുണ്ടായി, ലൗലാ നുസിലത്ത് സൂറത്തുൻ, എന്തുകൊണ്ടൊരു സൂറത്ത് അവതരിപ്പിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ടൊരു സൂറത്ത് അവതരിപ്പിക്കപ്പെടുന്നില്ല എന്ന് അവര് പരസ്പരം ചോദിച്ച സമയത്ത് യഥാർത്ഥത്തിൽ ധാരാളം സൂറത്തുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആന്റെ സൂറത്തുകളുടെ കൂട്ടത്തിലെ പകുതിയിലേറെയും അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ. അപ്പൊ അത് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ചോദ്യമല്ല, മറിച്ച് ഒരു കോണ്ടെക്സ്റ്റുമായി ബന്ധമുള്ള, ഒരു സന്ദർഭവുമായി, ഒരു പ്രത്യേക വിഷയവുമായി ബന്ധമുള്ള ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടൊരു സൂറത്ത് അവതരിക്കുന്നില്ല എന്ന പൊതുവായ ഒരു ചോദ്യമല്ല. സൂറത്തുകൾ ധാരാളം അവതരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പറയുന്ന വിഷയം അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന, അവരഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രാതികൂല്യങ്ങളുടെ പശ്ചാത്തലത്തിൽ, സത്യനിഷേധികളുടെ ഭാഗത്ത് നിന്ന്, വിശേഷിച്ച് മക്കയിലെ ഖുറൈശി സമൂഹത്തിൽ നിന്നൊക്കെ കടുത്ത ദ്രോഹം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്ന ആ ആളുകൾ മദീനയിലേക്കുള്ള പലായനത്തിന് ശേഷവും അവരുടെ ദ്രോഹങ്ങൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അവര് എന്തുകൊണ്ട് അവർക്കെതിരിൽ ആയുധമെടുക്കാൻ നിർദ്ദേശിക്കുന്ന ഒരു സൂറത്ത് അവതരിക്കുന്നില്ല എന്ന വിധത്തിൽ അവര് പരസ്പരം ചോദിക്കുകയുണ്ടായത്. അത്രത്തോളം
അവർ നേരിട്ടിരുന്ന പ്രതിസന്ധികൾ രൂക്ഷമായിരുന്നു എന്നതാണ് ആ കാര്യം. അവരുടെ പരസ്പരമുള്ള ഈ ചോദ്യം തന്നെ നൽകുന്ന സൂചന. എന്നാൽ അതേ സംബന്ധമായി അള്ളാഹു പറയുകയാണ്, ഫൈദ ഉൻസിലത്തു സൂറത്തും മഹ്കമത്തുൻ വദുകിറ ഫീഹൽ ഖിതാൽ. അള്ളാഹു പറയുന്നത്, എന്നാൽ അവർക്കൊരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടു. ഫൈദ ഉൻസിലത്തു സൂറത്തുൻ മുഹക്കമത്തുൻ, വ്യക്തമായ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള, വ്യക്തമായ വിധി തീർപ്പുകൾ അടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ വ്യക്തമായ കൽപ്പനകൾ അടങ്ങിയിട്ടുള്ള ഒരു സൂറത്ത് അവർക്ക് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, മുഹക്കമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സൂറത്തു ആലി ഇമ്രാനിലെ 7-ാമത്തെ ആയത്തിൽ മനസ്സിലാക്കിയ വിധത്തില് മുഹക്കമത്തും മുത്തശാബിഹത്തുമായ ആയാത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. വ്യക്തവും കണിശവുമായ നിർദ്ദേശങ്ങളും മാർഗദർശനവും കൽപ്പനകളും ഒക്കെ അടങ്ങിയിട്ടുള്ള, പ്രായോഗികമായി ആശയക്കുഴപ്പം ഇല്ലാത്ത വിധത്തിൽ നിർവഹിക്കേണ്ടതായ കാര്യങ്ങളുമായി കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ആയാത്തുകളാണ് മുഹക്കമത്തായ ആയത്തുകളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഖുർആൻ അവിടെ വിവരിക്കുന്നത് ആ വിധത്തിലാണ്. അപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ വ്യക്തതയുള്ള, വിശേഷിച്ച് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യക്തമായ നിർദ്ദേശവും കൽപ്പനയും അടങ്ങിയ സൂറത്ത് അവതരിച്ചു കഴിഞ്ഞാൽ ഫീഹൽ ഖിതാൽ, അതില് യുദ്ധം പരാമർശിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സൂറത്ത് അവതരിച്ചു കഴിഞ്ഞാൽ റഅയ്തല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, ഹൃദയത്തില് കാപട്യത്തിന്റെ രോഗബാധയുള്ള ആളുകളെ നിനക്ക് കാണാൻ സാധിക്കും. അവരൊക്കെയും മുസ്ലിം സംഘത്തോടൊപ്പമാണല്ലോ ഉള്ളത്. കപടവിശ്വാസികളും നിലക്കൊള്ളുന്നത് മുസ്ലിങ്ങളോടൊപ്പമാണ്. അപ്പൊ ആരാണ് മുഅ്മിനുകൾ, ആരാണ് കാഫിറുകൾ ആരാണ് മുനാഫിഖുകൾ എന്ന വിധത്തില് കാര്യങ്ങൾ വേർതിരിയാതെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്, ഇടകലർന്ന് കിടക്കുന്ന ഒരവസ്ഥയാണ് നിലനിന്നിരുന്നത്. അവരിൽ ആരാണ് വിശ്വാസത്തിന്റെ പാതയിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി ഉറച്ചു നിൽക്കുക, ആരാണ് ചാഞ്ചല്യം കാണിച്ച് ഭൗതിക താല്പര്യങ്ങളുടെ പുറകെ പോവുക എന്നതൊന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് നിലനിന്നിരുന്നത്. എല്ലാവരും വിശ്വാസികളായി, എല്ലാവരും മുസ്ലിങ്ങളായി, എല്ലാവരും ഈ സത്യമാർഗം പിന്തുടരുന്നവരായി മനസ്സിലാക്കപ്പെട്ടിരുന്ന ഒരവസ്ഥ. എന്നാൽ അള്ളാഹുവിടെ പറയുന്നത്, എന്തുകൊണ്ട് ഈ അക്രമങ്ങളെ നേരിടാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന ഒരു സൂറത്ത് അവതരിക്കുന്നില്ല എന്ന് വിശ്വാസികള് പല ഘട്ടങ്ങളിലും ചോദിക്കുമായിരുന്നല്ലോ. എന്നാൽ അത് സംബന്ധമായ, യുദ്ധസംബന്ധമായ നിർദ്ദേശങ്ങൾ പരാമർശിക്കപ്പെടുന്ന, അല്ലെങ്കിൽ യുദ്ധസംബന്ധമായ ചില ഓർമ്മപ്പെടുത്തലുകൾ അടങ്ങിയിട്ടുള്ള സൂറത്ത്, വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്ന മുഹക്കമത്തായ സൂറത്ത് തന്നെ അവതരിപ്പിക്കപ്പെടുകയും അതിൽ യുദ്ധത്തെ പരാമർശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പോരാട്ടം നിർവഹിക്കേണ്ടതിന്റെ അനിവാര്യത ചൂണ്ടിക്കാണിക്കുന്ന, അതുപോലെ ഏറ്റുമുട്ടലിന്, യുദ്ധത്തിന് മുന്നിട്ടിറങ്ങാൻ നിർദ്ദേശിക്കുന്ന ആയത്തുകൾ അടങ്ങിയ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ റഅയ്തല്ലദീന ഫീ ഖുലൂബിഹിം മറദ്, ഹൃദയത്തിൽ രോഗബാധയുള്ള ആളുകളെ നിനക്ക് കാണാം. പലയിടത്തും പരാമർശിക്കപ്പെട്ട ഒരു ആശയമാണിത്, ഹൃദയത്തിൽ രോഗബാധയുള്ളത്. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിലൊക്കെ അത് നമുക്ക് കാണാം. ഹൃദയത്തിലെ രോഗബാധ എന്ന് പറയുന്നത് കാപട്യമാണ്, നിഫാഖാണ്. അത് പലയിടങ്ങളിലും ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോ റഅയ്തല്ലദീന ഫീ ഖുലൂബിഹിം മറദ്, ഹൃദയത്തിൽ ഈ കാപട്യത്തിന്റെ പുഴുക്കുത്തേറ്റിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള രോഗം ബാധിച്ച ആളുകൾ, അവര് എങ്ങനെയാണ് പ്രതികരിക്കുക? യുദ്ധത്തെക്കുറിച്ചുള്ള നിർദ്ദേശമാണല്ലോ കണിശവും ഖണ്ഡിതവുമായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് ഈ ഹൃദയത്തില് കാപട്യത്തിന്റെ രോഗം
ബാധിച്ചിട്ടുള്ള ആളുകളുടെ പ്രതികരണം എന്താണ്? യന്ദുറൂന ഇലൈക്ക, അവര് നിന്റെ അടുക്കലേക്ക് നിന്റെ നേരെ നോക്കുകയാണ്. നളറൽ മഹശിയ അലൈഹി മിനൽ മൗത്ത്, മരണം വന്ന് മൂടിപ്പൊതിഞ്ഞ ഒരാളുടെ നോട്ടം. ഒരാളെ മരണം കീഴ്പ്പെടുത്തി കഴിഞ്ഞു എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അങ്ങനെ ഒരാള് നോക്കുന്ന വിധത്തിലാണ് കടുത്ത പരിഭ്രമം വെളിപ്പെടുത്തുന്ന, കണ്ണുകളിൽ നിറയെ ഭീതി പ്രതിഫലിക്കുന്ന വിധത്തിലുള്ള ഒരു നോട്ടമാണ് ഈ ആളുകൾ നോക്കുന്നത്. മരണഭയത്താലാണ് അവര് ഈ നോട്ടം നോക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ ദൃഢബോധ്യമുള്ള ആളുകൾക്ക്, അള്ളാഹുവിൽ അത്രയും ചാഞ്ചല്യമില്ലാത്ത വിശ്വാസമുള്ളവർക്കാണ് ധീരമായിട്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിടാനും അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടാനും ഒക്കെയുള്ള മാനസികമായ സന്നദ്ധതയും തയ്യാറും ഉണ്ടാവുക. എന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത തരം ആളുകളാണ് എങ്കിൽ അവരുടെ വിശ്വാസവും ഭൗതിക താല്പര്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ വിശ്വാസത്തിന് മേൽക്കൈ നേടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവര് ഭൂമിയിലേക്ക് തന്നെ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന, ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട അതിന്റെ സുഖലോലുപതയുടെയും ആനന്ദത്തിന്റെയുമായ കണക്കുകൂട്ടലുകളിൽ അങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് അവരുള്ളതെങ്കിൽ, യുദ്ധം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടു കഴിഞ്ഞാൽ മരിക്കാൻ വലിയ സാധ്യതയുള്ള ഒരു സംഗതിയാണല്ലോ അത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം വ്യയം ചെയ്യാനും ജീവൻ ത്യജിക്കാനും ഒക്കെ പലപ്പോഴും ആവശ്യമായി വരുന്ന ഒരു സന്ദർഭമാണല്ലോ അത്. അങ്ങനെയുള്ള സന്ദർഭത്തില് ഹൃദയത്തില് വിശ്വാസപരമായ ദാർഢ്യത കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത, കാപട്യത്തിന്റെ രോഗം പിടികൂടിയിട്ടുള്ള തരം ആളുകൾ, അവര് യന്ദുറൂനയിലേക്ക് അവർ നിന്നെ നോക്കുന്നത്, ഈ നിർദ്ദേശം വരുമ്പോ ആയത്തിറങ്ങിയതായിട്ട് കേൾക്കാനിടയാകുമ്പോ അവര് നിന്റെ നേരെ ഒരു നോട്ടമുണ്ട്. എങ്ങനത്തെ നോട്ടമാണത്? നളറൽ മഹശിയി അലൈഹി മിനൽ മൗത്ത്, മരണത്തിന്റെ ഭീതി പിടികൂടപ്പെട്ട ഒരാളുടെ നോട്ടമാണ് അവർ നോക്കുന്നത്. അങ്ങനെയുള്ള കൂർമ്മതയുള്ള ഒരു വളരെ ഷാർപ്പായ ഒരു നോട്ടം. ഇത് വിശുദ്ധ ഖുർആനിൽ വേറെ ചിലയിടങ്ങളിലൊക്കെ പരാമർശിച്ചിട്ടുണ്ട് ഈ നോട്ടത്തെ കുറിച്ച്. മറ്റൊരിടത്ത് ബസറുക്കൽ യൗമ ഹദീദ് എന്നൊക്കെ പറയുന്നത് കാണാൻ കഴിയും. അത് നിന്റെ നോട്ടം അത് വളരെ കടുത്ത ഷാർപ്പായ ഒരു നോട്ടമാണ് എന്ന വിധത്തിൽ പരാമർശിക്കുന്നത്. ഇരുമ്പാണ് എന്ന് പോലും മനസ്സിലാക്കപ്പെടുന്ന വിധത്തിലാണ് ആ പ്രയോഗം. അപ്പൊ അങ്ങനെ മരണം നേരിടേണ്ടി വരുന്നു എന്നൊരവസ്ഥ സംജാതമായ ഒരാളുടെ നോട്ടം പോലെയാണ് ഈ ആളുകളുടെ നോട്ടം എന്ന് പറഞ്ഞാൽ. മരണം മഹശീ എന്ന് പറഞ്ഞാൽ പൊതിയപ്പെട്ടവൻ എന്നാണ്. മഹശീ അലൈഹി, മരണം അല്ലെങ്കിൽ മരണബോധം പൂർണ്ണമായി മൂടിക്കഴിഞ്ഞിട്ടുള്ള, മൂടിപ്പൊതിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പിടികൂടിയിട്ടുള്ള തരം ആളുകളുടെ നോട്ടമാണ് അവർ നോക്കുന്നത്. ഫഔലാലഹും, എത്ര പരിതാപകരമാണ്, എത്ര ദയനീയമാണ് അവരുടെ അവസ്ഥ എന്നാണ് തുടർന്ന് പറയുന്നത്. ഫഔലാലഹും, എത്ര പരിതാപകരമാണ്, എത്ര ദയനീയമാണ് അവരുടെ ആ അവസ്ഥ. ഇതൊരു വായനയാണ്. ഈ ഭാഗത്തെ തുടർന്ന് വരുന്ന താഴത്തും വഖൗലും മഅറൂഫ് എന്ന വാക്കുകളോട് ചേർത്ത് നിർവഹിക്കപ്പെടുന്ന മറ്റൊരു വായനയുടെ രീതിയുമുണ്ട്. ഞാനത് പറയാം. അപ്പോ എന്തുകൊണ്ട് യുദ്ധം നിർദ്ദേശിക്കുന്ന, യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെടുന്ന, പോരാട്ടം നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഒരു സൂറത്ത് അവതരിക്കുന്നില്ല എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാലം സത്യവിശ്വാസികൾക്ക് കടന്നുപോയത് വളരെ സമീപ ഘട്ടത്തിലാണ്.
അത് സംബന്ധമായ ഒരു നിർദ്ദേശം അടങ്ങിയിട്ടുള്ള ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോ വിശ്വാസപരമായ ദൗർബല്യമുള്ള ആളുകൾ, ഹൃദയത്തിൽ രോഗബാധയുള്ള ആളുകൾ നിന്റെ നേരെ ഒരു നോട്ടം നോക്കുകയാണ്. മരണം വന്ന് മൂടിപ്പൊതിഞ്ഞിട്ടുള്ള ഒരാളുടെ നോട്ടം പോലെയാണ് ആ നോട്ടം. നളറൽ മഗ്ശി അലൈഹി മിനൽ മൗത്ത്, മരണം അയാളെ പിടികൂടി അല്ലെങ്കിൽ അയാളെ മൂടിക്കഴിഞ്ഞു എന്ന ഒരവസ്ഥ. അതൊരു തിരമാല മൂടുന്നത് പോലെയുള്ള ഒരു മെറ്റഫറാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഒരാള് സമുദ്രത്തില് സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ ജലത്തിനകത്ത് ഇറങ്ങി നടക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങ് അയാളുടെ മേൽ വലിയ കനത്ത തിരമാല വന്ന് മൂടിപ്പൊതിയുന്ന ഒരു ചിത്രം. അതിനാണ് ഖശ്ശ എന്ന പദം ഖുർആനിൽ പലയിടത്തും ഉപയോഗിച്ച് കാണുക. ഖശ്ശാഹും എന്നൊക്കെയുള്ള പ്രയോഗം, മൂടിപ്പൊതിയുക, ആവരണം ചെയ്യുക എന്നൊക്കെയുള്ള. അപ്പൊ ഇവിടെ മരണബോധമാണ് അല്ലെങ്കിൽ മരണചിത്രമാണ് അയാളെ പിടികൂടിയിട്ടുള്ളത്, ആകെ മൂടിപ്പൊതിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരാള് എത്ര വലിയ ഭയപ്പാടോടു കൂടിയാണോ നിന്റെ നേരെ നോക്കുക, അതേപോലെയാണ് യുദ്ധത്തെക്കുറിച്ചുള്ള നിർദ്ദേശം അടങ്ങിയ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോ ഹൃദയത്തിൽ രോഗബാധയുള്ള ആളുകൾ നോക്കുന്നത്. അതിനെക്കുറിച്ച് അള്ളാഹു ഒരു പരാമർശം നടത്തുന്ന ഫഔലാലഹും, എത്ര ദയനീയമാണ് ഇവരുടെ കാര്യം എന്നതാണ്. അതൊരു വായനയാണ്. മറ്റൊരു വായന സാധ്യതയുണ്ട്, ഞാൻ അതിലേക്ക് വരാം. ത്വാഅത്തുൻ വഖൗലും മഅറൂഫ്, അനുസരണ പ്രഖ്യാപനം അല്ലെങ്കിൽ അനുസരണത്തിന്റെ വാക്ക്, ഞങ്ങൾ അനുസരിക്കാൻ സന്നദ്ധരാണ്. വഖൗലും മഅറൂഫിൻ, അതുപോലെ നല്ല സംസാരം. അപ്പോ ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ അനുസരണം, ഖൗലും മഅറൂഫ് എന്ന് പറഞ്ഞാൽ നല്ല വാക്ക് പറയൽ. ഇതായിരുന്നു അവരുടെ നാവും തുമ്പിലും ചുണ്ടുകളിലും ഒക്കെ ഉണ്ടായിരുന്നത്. ത്വാഅത്തുൻ വഖൗലും മഅറൂഫ്, അനുസരണവും അതുപോലെ നല്ല വാക്കുകളും ഒക്കെ. എന്നാൽ ഫൈദ അസമൽ അംറു, കാര്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ, യുദ്ധത്തിനുള്ള നിർദ്ദേശം വരികയും അത് സംബന്ധമായ കൽപ്പന നടപ്പിലാക്കേണ്ട ഘട്ടം വന്നു ചേരുകയും ചെയ്താൽ, ഫലൗ സദഖുല്ലാഹ ലകാന ഖൈറൻ ലഹും, അവർ അള്ളാഹുവിനോട് സത്യസന്ധതയോട് കൂടിയുള്ള നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ അതാകുമായിരുന്നു അവർക്ക് ഏറ്റവും ഉത്തമമായത്. ഇതാണ് അള്ളാഹു ഈ ഭയപ്പാട് കാണിക്കുന്ന ആളുകളെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. അവര് നേരത്തെ ഞങ്ങൾ അനുസരിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല വാക്കുകളൊക്കെ പറയുന്ന ആളുകളായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ അവര് വലിയ ചാഞ്ചല്യം കാണിച്ചുകൊണ്ട് കണ്ണുകളൊക്കെ വളരെ തുറച്ചു നോക്കുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നേരെ നോക്കുകയാണ്. ഫലൗ സദഖുല്ലാഹ ലകാന ഖൈറൻ ലഹും, അവർ അള്ളാഹുവിനോട് നടത്തിയ കരാറുകളൊക്കെ പാലിക്കുന്ന വിധത്തിൽ സത്യസന്ധത കാണിച്ചിരുന്നുവെങ്കിൽ അതാകുമായിരുന്നു അവർക്ക് ഏറെ ഉത്തമമായിരുന്നത് എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. ഫഔലാലഹും ത്വാഅത്തും വഖൗലും മഅറൂഫ് എന്നതിന് മറ്റൊരു വായന നടത്തപ്പെടുന്നത് അവർക്ക് ഏറ്റവും ഉചിതമായിരുന്നത് അനുസരിക്കുകയും നല്ല വാക്കുകൾ പറയുകയും ചെയ്യലായിരുന്നു എന്നാണ് അതിന് മറ്റൊരു വായന നടത്തപ്പെടുന്നത്. അതും സാധ്യതയുണ്ട്. ഫഔലാലഹും ത്വാഅത്തുൻ വഖൗലും മഅറൂഫ് എന്ന് പറഞ്ഞ ഈ 21-ാമത്തെ ആയത്തിലെ ആദ്യ ഭാഗം ഫഔലാലഹും എന്ന 20-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗവുമായി അങ്ങ് ചേർത്ത് വായിക്കുന്ന രീതി. ഫഔലാലഹും അങ്ങനെയാവുമ്പോ അവർക്ക് ഏറ്റവും യോജിച്ചതാകുമായിരുന്നു. ഔല എന്ന് പറഞ്ഞ അജിദർ, അഹഖ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും അനുയോജ്യമായത്, ഏറ്റവും കരണീയമായത് എന്നൊക്കെയുള്ള അർത്ഥമാണ് അവിടെ ആ നിലക്ക് വായിക്കുമ്പോൾ ഉണ്ടാവുക. ഇത്ര പരിതാപകരം എന്നുള്ള അർത്ഥത്തിലല്ല. ഫഔലാലഹും ത്വാഅത്തുൻ വഖൗലും മഅറൂഫ്,
അവർക്ക് ഏറ്റവും ഉചിതമായിരുന്നത്, ഏറ്റവും ഉത്തമമായിരുന്നത് അനുസരിക്കലും നല്ല വാക്ക് പറയലുമായിരുന്നു. ഈ കണ്ണു തുറപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കുന്നതിനേക്കാളൊക്കെ അവർക്ക് ഏറ്റവും നന്നായിരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകിയിരുന്ന നിർദ്ദേശങ്ങളെ അനുസരിക്കാൻ സന്നദ്ധരാവുകയും നല്ല വാക്കുകൾ പറയുകയും ചെയ്യല് ആകുമായിരുന്നു എന്നാണ് ആ വായന അനുസരിച്ച് അതിന് നൽകപ്പെടുന്ന അർത്ഥം. ഫൈദ അസമൽ അംറു, അങ്ങനെ കാര്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫലൗ സദഖുല്ലാഹ ലകാന ഖൈറൻ ലഹു, അവർ അള്ളാഹുവിനോട് സത്യസന്ധത കാണിക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ അതാകുമായിരുന്നു അവർക്ക് ഏറ്റവും ഉത്തമമായിരുന്നത്. ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർദി വതുഖത്തിഉ അർഹാമകും. ഈ 22ാമത്തെ ആയത്തും രണ്ട് നിലക്ക് വായിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ്. ഫഹൽ അസൈതും ഇൻ തവല്ലൈതും, നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, അൻ തുഫ്സിദു ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും വതുഖത്തിഉ അർഹാമകും, നിങ്ങളുടെ ബന്ധങ്ങളെയൊക്കെ മുറിച്ചു കളയുകയും ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പരസ്പരം കഴുത്തു വെട്ടുക എന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുക എന്നതല്ലാത്ത മറ്റെന്തെങ്കിലും അതിന്റെ ഫലമായി സംഭവിക്കുമോ എന്നതാണ് ഒരു വായന. ഇപ്പോ അള്ളാഹുവിന്റെ നിർദ്ദേശം വന്നിരിക്കുകയാണല്ലോ, യുദ്ധം സംബന്ധമായ അള്ളാഹുവിന്റെ നിർദ്ദേശം, അള്ളാഹുവിന്റെ കൽപ്പന. അത് വന്നപ്പോ നിങ്ങൾ ഭയപ്പാട് കാണിച്ച് കണ്ണു തുറിച്ചവരായി പിന്തിരിഞ്ഞു പോകുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ അതിന്റെ പരിണതി എന്തായിരിക്കും? ഏതൊരു അക്രമപരമായ അവസ്ഥയെയും ഏതൊരു തികഞ്ഞ അരാജകത്വത്തെയുമാണോ അവസാനിപ്പിച്ചുകൊണ്ട് നീതിയും സമാധാനവും പുലരുന്ന ഒരു അവസ്ഥ സംജാതമാക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, ആ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടുണ്ടാവുക. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു തമാശക്കളിയിൽ ഏർപ്പെട്ട ആളല്ല. വലിയ അരാജകത്വവും അക്രമവും കൊടികുത്തി വാഴുന്ന ഒരു കാലത്ത് പെൺമക്കളെ ജനിച്ച ഉടനെ തന്നെ, പിറന്ന ഉടനെ തന്നെ കുഴിച്ചു മൂടുന്ന, പരസ്പരം അകാരണമായി കൊന്നൊടുക്കുകയും ദ്രോഹങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന, സകല വിധത്തിലുള്ള ധാർമ്മികതയും കാറ്റിൽ പറത്തപ്പെട്ടുകൊണ്ട് സാമൂഹ്യ ജീവിതവും മനുഷ്യബന്ധങ്ങളുമൊക്കെ അങ്ങേയറ്റം വഷളായ ഒരു കാലഘട്ടത്തിൽ, ഒരവസ്ഥയിൽ വലിയൊരു ധാർമ്മിക വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അതിന്റെ പൂർണ്ണതയിൽ എത്തേണ്ടതുണ്ടെങ്കിൽ അതിന് ചില പോരാട്ടങ്ങൾക്കും സന്നദ്ധരാവേണ്ടി വരും. ഭൗതിക ജീവിതത്തിന്റെ താല്പര്യങ്ങളൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട്, അവയൊക്കെ അവഗണിച്ചുകൊണ്ട് ജീവനും സമ്പത്തും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിച്ചുകൊണ്ട് പോരാടാൻ സന്നദ്ധരായാൽ മാത്രമേ അങ്ങനെ ഒരു ധാർമ്മിക വിപ്ലവം വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് കൂട്ടാക്കാതെ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം എന്തായിരിക്കും? അൻ തുഫ്സിദു ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പകാരികളായി മാറുക എന്നതും വതുഖത്തിഉ അർഹാമക്കും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ തകർത്തു കളയലും ഒക്കെയായിരിക്കും. നിങ്ങൾ ബന്ധങ്ങൾ തകർക്കുന്ന, വിശേഷിച്ച് രക്തബന്ധവും കുടുംബ ബന്ധവും ഒക്കെ മുറിച്ചു കളയുന്ന, സമൂഹത്തിൽ വലിയ കുഴപ്പം ഉണ്ടാക്കുന്ന ആളുകളായി മാറുക എന്ന ആ പഴയ ജാഹിലിയത്തിന്റെ അവസ്ഥയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകലായിരിക്കും ഈ പിന്തിരിഞ്ഞു പോകുന്നതിന്റെ ഫലമായിട്ടുണ്ടാവുക. അള്ളാഹുവിന്റെ പ്രവാചകൻ നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രയോഗത്തിൽ കൊണ്ടുവരുന്ന ആ ധാർമ്മിക വിപ്ലവം അതിന്റെ പൂർണ്ണതയിൽ എത്തുകയില്ല. മറിച്ച് നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ നേരത്തെ എന്തൊക്കെ തരം ഫസാദുകളുടെ ആളുകളായിരുന്നോ നിങ്ങൾ,
എന്തൊക്കെ തരം അക്രമങ്ങളുടെ ആളുകളായിരുന്നോ നിങ്ങൾ, ആ അവസ്ഥയിലേക്കൊക്കെ നിങ്ങൾ തിരിച്ചു പോവുക എന്നതാണ് സംഭവിക്കുക. നേരത്തെ നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നവരായിരുന്നു, പരസ്പരം കൊന്നൊടുക്കുന്നവരായിരുന്നു, നിർദ്ദയം പിഞ്ചു കുഞ്ഞുങ്ങളെ, വിശേഷിച്ച് ബാലികമാരെ ഒഴിച്ചു മൂടുന്നവരായിരുന്നു. അതുപോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത അധാർമികതയുടെ കാര്യങ്ങളിലും നിങ്ങൾ വ്യാപൃതരായിരുന്നു. ആ അവസ്ഥയിലേക്കൊക്കെ നിങ്ങൾ തിരിച്ചു പോവുക എന്നതാണ് അതിന്റെ ഫലമായിട്ടുണ്ടാവുക. ഇതാണ് അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരു കാര്യം. ഇപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനും സത്യവും നീതിയും പുലരുന്ന വിധത്തില് അതിനെ സ്ഥാപിതമാക്കുവാനും വേണ്ടി നിങ്ങൾ രംഗത്ത് വരുന്നില്ലെങ്കിൽ, അതിനു പകരം നിങ്ങൾ പിന്തിരിഞ്ഞു പോവുക എന്നതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അത് പഴയകാലത്തെ പോലെ ഫസാദിലേക്കും അതുപോലെ ബന്ധങ്ങൾ തകർക്കുന്നതിലേക്കും പരസ്പരം കഴുത്തറുക്കുന്നതിലേക്കും ഒക്കെ ആയിരിക്കും നിങ്ങൾ തിരിച്ചു പോവുക. അള്ളാഹുവിന്റെ പ്രവാചകൻ രംഗത്ത് വരുന്നതിന് മുമ്പ് ജാഹിലിയ കാലത്തെ അറബ് സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നോ ആ അവസ്ഥയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോവുക എന്നതാണ് അതിന്റെ ഫലമായി ഉണ്ടാവുക എന്നാണ് അള്ളാഹു ഇവിടെ നൽകുന്ന സൂചന. അപ്പോ പറഞ്ഞു വന്നത്, ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർള്. മറ്റൊരു നിലയ്ക്ക് ഈ ആയത്തിനെ വായിക്കുമ്പോൾ, ഇൻ തവല്ലൈതും, ഈ അവസ്ഥയിൽ നിങ്ങൾ അധികാരികളാവുന്നുവെങ്കിൽ, അധികാരം ലഭിച്ചവരാവുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം അനുഭവിക്കാതെ, പോരാടേണ്ടി വരാതെ, ഏറ്റുമുട്ടൽ ഉണ്ടാവാതെ, സമ്പത്തും ജീവനും കൊടുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രയത്നിക്കാൻ അവസരങ്ങൾ ഉണ്ടാവാതെ നിങ്ങൾ അധികാരം കൈയാളുന്നവരായി മാറുകയാണെങ്കിൽ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരും പരസ്പരം കഴുത്തറുക്കുന്നവരുമായി നിങ്ങൾ മാറുമായിരുന്നു എന്നാണ് അള്ളാഹുവിടെ നൽകുന്ന സൂചന. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമവും ആ ആദർശ അടിത്തറയിലുള്ള ഒരു ജീവിത വ്യവസ്ഥ നിലവിൽ വരലും ഒക്കെ തന്നെ വളരെയേറെ ത്യാഗവും അതുപോലെ തന്നെ എന്തും കൈവെടിയാനുള്ള ഭൗതിക താല്പര്യങ്ങളെയൊക്കെ കൈവെടിയാനുള്ള സാഹചര്യമൊക്കെ അനിവാര്യമായിട്ടും ഉണ്ടാകുന്ന വിധത്തിലുള്ളതാണ്. ജീവൻ ത്യജിക്കേണ്ടി വരും, സമ്പത്ത് പൂർണ്ണമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകേണ്ടി വരും. അങ്ങനെയൊക്കെ ആയിക്കൊണ്ട് നമ്മൾ വിലപ്പെട്ടതായിട്ട് കാണുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രയത്നത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ആ പ്രയത്നം വിജയിക്കുകയുള്ളൂ, അത് ഫലപ്രദമായി വരികയുള്ളൂ. നമ്മുടെ ജനാധിപത്യ ക്രമത്തിലൊക്കെയുള്ള പോലെ കേവലം വോട്ടിന് വേണ്ടി യാചിച്ച് നടന്ന് വോട്ട് നേടി അധികാരത്തിലെത്തിയാൽ ആ പ്രതിബദ്ധത ഉണ്ടാവില്ല. അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പല ഭൗതിക താല്പര്യങ്ങളും അധികാരം നിലനിർത്താനുള്ള മോഹങ്ങളും ഒക്കെ ആയിരിക്കും നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടാവുക. അതേസമയത്ത് ജീവൻ കൊടുത്തുകൊണ്ടും സമ്പത്ത് ത്യജിച്ചുകൊണ്ടും ഒക്കെ ഒരു ആദർശ വിപ്ലവത്തിന് രംഗത്ത് വന്ന ആളുകളാണെങ്കിൽ, അങ്ങനെയുള്ള ത്യാഗപരിശ്രമങ്ങളുടെ ഒരു പാതയിലൂടെ കടന്നു വന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവര് ആ ധാർമ്മിക വിപ്ലവത്തെ അതിന്റെ പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. മറിച്ച് പറയത്തക്ക സാക്രിഫൈസ് ഒന്നും ചെയ്യാതെയാണ് അധികാരം വാഴാൻ അവസരം ഉണ്ടായിട്ടുള്ളതെങ്കിൽ, ആദർശം ബലി കഴിക്കുന്നതിനും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എന്തും ത്യജിക്കാനും ഒക്കെ ആയിരിക്കും അവര് വെമ്പല് കാണിക്കുക. അവിടെ ഫസാദ് പരക്കുന്നതും പരസ്പരം കഴുത്തറുക്കുന്നവരായി മാറുന്നതും ഒന്നും അവർ കാണുന്നുണ്ടാവില്ല. അതൊന്നും അവർക്ക് വലിയ പ്രാധാന്യമുള്ളതായിട്ട് തോന്നുകയില്ല. അധികാരം നിലനിർത്തലാണ് ഏറ്റവും വലിയ കാര്യം എന്നായിരിക്കും അവര് കരുതുക. അപ്പൊ അള്ളാഹുവിടെ രണ്ടു നിലക്ക് വായിക്കാവുന്ന ഒരായത്താണ്. രണ്ടു നിലക്കും അതിന് വിശദീകരണം നൽകപ്പെട്ടതും കാണാം. ഫഹൽ അസൈത്തും മിൻ തബല്ലൈത്തും. ഇവിടെ തബല്ലൈത്തും എന്ന് പറഞ്ഞാൽ ഒരർത്ഥം നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ,
എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്നതാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരർത്ഥം, നിങ്ങൾ അധികാരികളാക്കപ്പെടുന്നു എങ്കിൽ, നിങ്ങൾ വലിയ ആക്കപ്പെടുന്നുവെങ്കിൽ, അധികാരം ചുമതലപ്പെടുത്തപ്പെട്ട ആളുകളാക്കപ്പെടുന്നു, ഈ അവസ്ഥയിൽ ത്യാഗമനുഷ്ഠിക്കാതെ തന്നെ നിങ്ങൾ അധികാരത്തിലേക്ക് വരുന്നുവെങ്കിൽ, ഇങ്ങനെ ഒരു വായനയും, രണ്ട് വായനയും അതിന് പ്രസക്തിയുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അൻ തുഫ്സിദു ഫിൽ അർളി, ഭൂമിയിൽ കുഴപ്പകാരികളായി മാറുക എന്നതും വതുഖത്തിഉ അർഹാമക്കും, നിങ്ങൾ ബന്ധങ്ങളെയൊക്കെ മുറിച്ചു കളയുന്നവരും കഴുത്തറക്കുന്നവരും ഒക്കെ ആയിട്ട് മാറുകയാണ് ഉണ്ടാവുക എന്നാണ് അള്ളാഹു കൂടെ പറയുന്നത്. ഈ ഘട്ടത്തിൽ നിങ്ങൾ പിന്തിരിഞ്ഞോടുന്നുവെങ്കിൽ നിങ്ങൾ പഴയ ജാഹിലിയത്തിന്റെ ആ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കും ബന്ധങ്ങൾ തകർത്തെറിയുന്ന അവസ്ഥയിലേക്കും തിരിച്ചു പോവുകയാണ് ഉണ്ടാവുക. ഈ ഘട്ടത്തില് ത്യാഗപരിശ്രമങ്ങളൊന്നും ചെയ്യാതെ തന്നെ അധികാരമേൽക്കുന്നവരായി മാറുകയാണെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരും അതുപോലെ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തവരുമായിട്ട് മാറുകയാണ് ഉണ്ടാവുക. ഈ രണ്ട് വായനയും ഈ ആയത്തിന് സാധ്യതയുണ്ട്. ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അള്ളാഹു ശപിച്ചിട്ടുള്ള ഒരു കൂട്ടരാണത്. അത്തരം ആളുകളെ, അങ്ങനെ പിന്തിരിഞ്ഞോടുന്ന ഹൃദയത്തിൽ രോഗബാധയുള്ള ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ ശാപമാണുള്ളത്. ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അള്ളാഹുവിന്റെ ശാപം ഏറ്റുവാങ്ങേണ്ടി വന്ന തരം ആളുകളാണ്. ഫഅസമ്മഹും, അവരെ ബധിരന്മാരാക്കിയിരിക്കുന്നു അള്ളാഹു. വഅഅമ അബ്സാറഹും, അവരുടെ കണ്ണുകളെ കാഴ്ചയില്ലാത്തതുമാക്കിയിരിക്കുന്നു അള്ളാഹു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഹൃദയത്തിലെ രോഗബാധ, കാപട്യത്തിന്റെ കാരണത്താൽ പിന്തിരിഞ്ഞു ഓടുന്ന ആളുകൾ, അത്തരം ആളുകൾ അള്ളാഹുവിന്റെ ശാപം ഏറ്റുവാങ്ങുന്നു. അവർക്ക് അവരുടെ കേൾവി പ്രയോജനപ്പെടുകയില്ല, അവരുടെ കണ്ണുകൾക്ക് കാഴ്ചയും ഉണ്ടാവുകയില്ല. കണ്ണുകൾ കേൾക്കുന്നുണ്ടാകും, കാണുന്നുണ്ടാകും, പക്ഷെ അതൊന്നും അവർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള കേൾവിയോ കാഴ്ചയോ ആവുകയില്ല. കേൾക്കേണ്ടത് അവർ കേൾക്കുന്നുണ്ടാവില്ല, കാണേണ്ടത് അവര് കാണുന്നുമുണ്ടാവുകയില്ല. ഇതാണ് അള്ളാഹുവിന്റെ ശാപമേറ്റാൽ പിന്നെ അവർക്ക് സംഭവിക്കുക. അവരെല്ലാം കേൾക്കുന്നുണ്ടാവും, ഒന്നും യഥാർത്ഥത്തിൽ അവർക്ക് ഉള്ളിലേക്ക് കടക്കുന്നുണ്ടാവില്ല, പ്രയോജനം ചെയ്യുന്നുണ്ടാവില്ല. എല്ലാം കാണുന്നുണ്ടാവും, പക്ഷെ അതൊന്നും, കാഴ്ചകളൊന്നും അവർക്ക് പ്രയോജനപ്പെടുകയില്ല. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ എന്തേ അള്ളാഹുവിന്റെ ഈ വേദഗ്രന്ഥത്തെ ഉറ്റാലോചിക്കുന്നില്ല, അതിനെക്കുറിച്ച് തദബ്ബുറു ചെയ്യുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടതാണോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ വളരെ ആഴത്തിലുള്ള ചിന്ത ആവശ്യപ്പെടുന്ന, വളരെ ആഴത്തില് മനനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള ആയാത്തുകൾ അടങ്ങിയ ഈ ദൈവിക ഗ്രന്ഥത്തെ കുറിച്ച് നിങ്ങൾ ആഴത്തില് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നില്ലേ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ആഴത്തിലുള്ള ആലോചനകൾ അനിവാര്യമാക്കുന്ന ആയാത്തുകളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. 1500ഓളം വർഷങ്ങൾ പിന്നിട്ടിട്ടും അതില് പുതുമ അവസാനിക്കാത്ത വിധത്തിലുള്ള ആശയങ്ങളാണ് ഓരോ ശ്രദ്ധാപൂർവമായ വായനയിലും നമുക്ക് അതിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടുക. അത്രയും വലിയ ആഴമുള്ള ആയാത്തുകളാണ് അള്ളാഹുവിന്റെ കിതാബിൽ അടങ്ങിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് എന്തേ ഈ ആളുകൾ ആലോചിക്കുന്നില്ലേ, ആലോചനയുള്ളവരാകുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല അവരുടെ ഹൃദയങ്ങളിൽ പൂട്ടാണോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അഖ്ഫാൽ എന്ന് പറഞ്ഞാൽ ലോക്കുകളാണ്. അവരുടെ ഹൃദയങ്ങൾക്ക് പല വിധത്തിലുള്ള പൂട്ടിട്ട് വെച്ചതാണോ? ഹൃദയങ്ങളൊന്നും പ്രവർത്തനക്ഷമമാകുന്നില്ലേ എന്നതാണ് ചോദ്യം. അപ്പോ അള്ളാഹുവിടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ഇതൊക്കെയും അള്ളാഹുവിന്റെ ആയാത്തുകളാണ്. ആ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ കിതാബിനെ കുറിച്ച്, അതിന്റെ ദൂരവ്യാപകമായ അർത്ഥസൂചനകളെ കുറിച്ച് അവര് ആലോചനയുള്ളവരാകുന്നില്ലേ എന്നതാണ് ചോദ്യം. അള്ളാഹു യുദ്ധം ചെയ്യാൻ നിർദ്ദേശിക്കുന്നു, നിങ്ങൾ മരണഭയം പിടികൂടിയ ഒരാളെ പോലെ പ്രതികരിക്കുന്നു. ആലോചനയില്ലാത്തത് കൊണ്ടാണത്. അള്ളാഹു തമാശയ്ക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി പറയില്ല. യുദ്ധം അനിവാര്യമായ ഘട്ടത്തിൽ യുദ്ധത്തിന് സന്നദ്ധരാകുമ്പോൾ മാത്രമേ
ആ സമൂഹത്തിന് ജീവിക്കാനുള്ള അർഹത ലഭിക്കുന്നുള്ളൂ. അവിടെ ഒരു നാഗരിക, സാംസ്കാരിക, ധാർമ്മിക വിപ്ലവം വിജയിക്കുകയുള്ളൂ. അങ്ങനെയാവുമ്പോഴേ ഭൂമുഖത്ത് നീതിയും നന്മയും പുലരുകയുള്ളൂ. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ ഇത് സകലവിധ കുഴപ്പങ്ങളുടെയും അരാജകത്വത്തിന്റെയും ഒരു ഇടമായി മാറും. അത് വലിയ ദ്രോഹകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും. ആളുകളുടെ പരസ്പരമുള്ള ബന്ധം പോലും കഴുത്തറക്കുന്ന വിധത്തിലുള്ളതും അതുപോലെ കുടുംബ ബന്ധങ്ങളെയൊക്കെ തകർത്ത് കളയുന്ന വിധത്തിലുമുള്ളതാകും എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ഇവിടെ കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുഖത്യോ അർഹാമക്കും എന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അത് ചേർത്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.